ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ശിവരാത്രി വിശേഷം കണ്ടു നോക്കിയാലോ. ഇവിടെ ഇല്ലത്തെ തേവാരുണ്ട് കേട്ടോ, നേദിക്കലുണ്ട്. നേദ്യം വെച്ച് ഈശ്വരന്മാർക്ക് നേദിക്കും. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് ശിവനാണല്ലോ പ്രത്യേകത. ശിവന് ഏറ്റവും പ്രത്യേക പുഷ്പമാണ് കൂളകത്തിൻ്റെ ഇല. അത് ചാർത്തി തൊഴലും അതൊക്കെ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ? ദേവന്മാരും അസുരന്മാരും കൂടി അമൃതം നേടിയെടുക്കാനായിട്ട്, അതായത് മരണമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അത് നേടിയെടുക്കാനായിട്ട് പാലാഴി കടയുമ്പോൾ അമൃതിന് മുമ്പായിട്ട് കാളകൂട വിഷം പൊന്തി വരികയാണ്. അപ്പോൾ അത് ലോകത്തിന് തന്നെ നാശം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ദേവന്മാർ ശിവനോട് അപേക്ഷിക്കുകയാണ് ആ കാളകൂട വിഷം പാനം ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം ശിവഭഗവാൻ കാളകൂട വിഷം പാനം ചെയ്യും. പക്ഷേ പാർവതീദേവി കണ്ടത്തിൽ വന്ന് മുറുക്കെ പിടിക്കുന്നതുകൊണ്ട് അത് താഴത്തേക്ക് ഇറങ്ങില്ല. അതുകൊണ്ടാണ് അന്ന് മുതലാണ് നീലകണ്ഠൻ, നീല നിറത്തോടു കൂടിയ കണ്ടത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് നീലകണ്ഠൻ എന്നുള്ള പേര് വരുന്നത്. ആ രാത്രി തന്നെ ശിവഭഗവാന്റെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവന് ഭീഷണിയാവും എന്ന് കരുതിയിട്ട് ദേവന്മാരും ഭൂതഗണങ്ങളും എല്ലാവരും കൂടി പാട്ടുപാടിയും നൃത്തം ആലപിച്ചൊക്കെ ആ രാത്രി ഉറങ്ങാതെ ഇരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ രാത്രിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത്. വേറെയും പല കഥകളും ഉണ്ട്. ശിവതാണ്ഡവം നടത്തിയ ദിവസമാണെന്നും ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണെന്നും അങ്ങനെയൊക്കെ പല കഥകളും പ്രചാരത്തിലുണ്ട്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കഥ ഈ പാലാഴി മദനത്തിൻ്റെയാണ്. കാളകൂട വിഷം സേവിച്ചതും അതിൻ്റെ ഫലമായിട്ട് അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ നേദിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അടുത്ത് കൂടെയാണ് കുറച്ച് ദൂരം പോകാനുള്ളത്. അപ്പോൾ പറവെപ്പൊക്കെ ഉണ്ട് അവിടെ. അതിനുള്ള നെല്ലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമാണ്, ചെറിയൊരു അമ്പലമാണ്. നല്ല രസമാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ്, നടക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടന്നിങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. പന്നികളൊക്കെ ഇങ്ങനെ കുത്തിമറിച്ച് വരമ്പുകളൊക്കെ കുറച്ച് കേടുവരുത്തി ഓട്ടകളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ആ പാടത്ത് കൂടെ പോണൊരു സുഖം കിട്ടില്ലല്ലോ നമുക്ക് ബസ്സിലും കാറിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ പോവുകയാണ്. 10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ്സാണ് അതിലൂടെ വരണത്. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണ ഒരു ബസ്സാണ് കേട്ടോ. പ്രതീക്ഷയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലെത്തി. അമ്പലമാണ് ഈ കാണുന്നത്. വളരെ ചെറിയൊരു അമ്പലമാണ്. ശിവനും ഗണപതിയൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെ അലങ്കരിച്ചിട്ടും കുരുത്തോലകളൊക്കെ തൂക്കി നല്ല വൃത്തിയാക്കി ധാരാളം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് പ്രത്യേക പൂജകളും അതൊക്കെ ഉണ്ട്. അതുപോലെ പറവെപ്പ്, അവില്, മലര്, നെല്ല് അങ്ങനെയുള്ള പറവെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നെല്ലും അവിടെ പറ വെച്ചു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നാണയപ്പറ, അവിൽപ്പറ, മലർപ്പറ ഇതെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവർ കൊണ്ടുവന്ന ധാന്യങ്ങൾ, നെല്ലാണെങ്കിൽ അത്, അല്ലെങ്കിൽ അരിപ്പറയുണ്ട്. ഇതൊക്കെ എല്ലാവരും ഭഗവാന് സമർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്തു, നല്ലോണം പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പോരാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴേക്കും ഓരോരുത്തർ അവരവരുടെ പറകൾ വെക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ സഹായിച്ചു. ഇതൊക്കെ അമ്പലത്തിൻ്റെ വക മലർപ്പറയും അവിൽപ്പറയൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ സഹായമായിട്ട് നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി, ഗണപതിഹോമത്തിൻ്റെ പ്രസാദവും അതൊക്കെ വാങ്ങി ഞങ്ങളിത് അവിടുന്ന് പോരാൻ തുടങ്ങുക കേട്ടോ. പിന്നെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അത് ഞങ്ങളുടെ തറവാട്ടിലെ അമ്പലം തന്നെയാണ്. അപ്പോൾ അവിടേക്കും കൂടിയും പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരാൻ. അപ്പോൾ ഒന്നും കൂടിയും അവിടെയൊക്കെ നല്ലോണം തൊഴുതു, എല്ലാവരും കണ്ടു ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് അമ്പലം കാണാൻ, കുരുത്തോലകളൊക്കെ തൂക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് നടന്ന് പാടത്ത് കൂടെ പോന്നു. തിരിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി. ഇനി നമുക്ക് മറ്റൊരു വിശേഷമാണ് ശിവരാത്രിയുടെ ചാണകം കത്തിച്ച് ഭസ്മാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചാണക ഉരുള 4-5 ദിവസം മുമ്പേ ഉരുട്ടി വെക്കേണ്ടതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്.
പച്ചച്ചാണകം ഉരുളകളാക്കി നല്ലോണം വെയിലത്ത് വെച്ച് ഒരു 4-5 ദിവസം ഉരുട്ടി മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ വയ്ക്കും. അങ്ങനെ ഉണക്കി വയ്ക്കണതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുള്ള ചാണകമാണ് ഇവിടെ. അത് ചുട്ടെടുത്തിട്ടാണ് ഭസ്മമാക്കി ഉപയോഗിക്കാറുള്ളത്. 1 വർഷത്തോളം അതുണ്ടാവും. വെച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് കേട്ടോ ചാണകം ചുട്ടിട്ട് ഭസ്മം ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളിതിന് മുന്നേ അത് ചാണകം പച്ചച്ചാണകം ഉരുളയാക്കിയിട്ട് ഉണക്കാൻ വയ്ക്കും. എന്നിട്ടത് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ആ ഭസ്മമാണ് നമ്മൾ ഒരു കൊല്ലം പിന്നത്തെ ശിവരാത്രി വരെ സന്ധ്യ സമയങ്ങളിൽ കുരുട എടുക്കുന്നത്. അപ്പം അതിങ്ങനെ നെല്ലിൻ്റെ ചണ്ടിയിലാണ് അത് ചുടുക. കൊയ്ത്ത് കഴിഞ്ഞാൽ അവർ തന്നെ നെല്ല് വെടുപ്പാക്കൽ കഴിഞ്ഞാൽ ഒരു ചാക്ക് ചണ്ടി എടുത്ത് വയ്ക്കും. ആ ചണ്ടിയുടെ ഉള്ളിലാണ് ഈ ചാണകമുരുളകൾ വയ്ക്കുക. എന്നിട്ട് കണലിടുക ചെയ്യുക. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അല്ലാണ്ട് കത്തിക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നീറി പുകഞ്ഞിങ്ങനെ ആയിക്കോളും, ഭസ്മാവും. അപ്പോൾ അത് വൈകുന്നേരം കുളിച്ച് വന്നാൽ ഈ ഭസ്മാണ് ശിവരാത്രിയുടെ അന്ന് സന്ധ്യയ്ക്ക്. പിന്നെ അത് നമ്മുടെ കയ്യിലുള്ള ഭസ്മം കഴിഞ്ഞാൽ അത് പിന്നത്തെ വർഷത്തേക്ക് വരെ അതുതന്നെയാണ് കുരുട. അപ്പോൾ 1 വർഷത്തേക്കുള്ള ഭസ്മം ഉണ്ടാക്കലാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഭസ്മം നമുക്ക് കുരുടാം. മറ്റേ കെമിക്കലൊക്കെ തൊട്ടാൽ സ്ഥിരമായി കുരുടുമ്പോൾ അവിടെ ഒരു വെള്ളപ്പാട് വരും. ഇതാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ചണ്ടി കൊണ്ട് നെല്ലിൻ്റെ ചണ്ടി ഇട്ട് മൂടുകയാണ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കണലിടും. കണൽ ഇതിൻ്റെ ഉള്ളിലിട്ട് മൂടും. മതി. ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പാകത്തിന് ഭസ്മമായി മാറിയിട്ടുണ്ടാവും. അപ്പം കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഭസ്മം. വൈകുന്നേരം ഒരു ഇലയിലാക്കി വെച്ചിരിക്കുകയാണ് ശ്രീലാകത്ത്. ഇനി നമ്മൾ കുളിച്ച് വന്നിട്ട് കൂളകത്തിൻ്റെ ഇല ചാർത്തും ശിവന്. രാവിലെയും ചാർത്തും വൈകുന്നേരവും ചാർത്തും. സന്ധ്യയ്ക്ക് രാത്രി സമയത്താണല്ലോ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരവും ചാർത്തും. പഞ്ചാക്ഷരം ജപിക്കുക, അതുപോലെ അമ്പല ദർശനം, ശിവരാത്രി വ്രതം എടുക്കാം അരിഭക്ഷണം ഒഴിവാക്കിയിട്ട്. അതൊക്കെയാണ് നമുക്ക് ശിവരാത്രിയുടെ അന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ശ്രീലാകത്ത് ഇരുന്ന് എല്ലാവരും കൂളകത്തിൻ്റെ ഇല ചാർത്തുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വെളിച്ചമൊക്കെ കുറച്ച് കുറവുണ്ടാവും ശ്രീലാകത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട്. എത്ര കണ്ട് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ശിവരാത്രി വിശേഷങ്ങൾ. കൂട്ടുകാരെ എന്തൊക്കെ ചെയ്യാറുള്ളത് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ശിവരാത്രിയോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.